112 മിനിറ്റ് ഇത്രയും എൻ്റർടൈനിങ് ആയിട്ടുള്ള ഫുട്ബോൾ മാച്ച് നമ്മൾ ഓരോരുത്തരും കാണാനുള്ള മെയിൻ കാരണക്കാരൻ എന്ന് പറയുന്നത് അലക്സാണ്ടർ ഇസാക്കാണ്. അപ്പോൾ അവനെ ഓർത്തുകൊണ്ട് അല്ലെങ്കിൽ അവന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു മാച്ച് ലിവർപൂളും ന്യൂകാസിലും തമ്മിൽ ഇന്ന് സെൻറ്റ് ജെയിംസ് പാർക്കിൽ നടന്ന ഈ ഒരു മാച്ച് ശരിക്കും ലിവർപൂൾ ഫാൻസിനേക്കാളും എനിക്ക് തോന്നിയത് ന്യൂകാസിൽ ഫാൻസ് ഭയങ്കര ഇമോഷണലി കണ്ട ഒരു മാച്ചാണ്. കാരണം അവരുടെ പ്ലെയറിനെയാണ് ലിവർപൂൾ ടാർഗറ്റ് ചെയ്തത്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്ലെയറാണ് ലിവർപൂളിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മൂവൊക്കെ ഫോഴ്സ് ചെയ്ത് ഇവരെ ഏതൊരു ഫാൻസിനും ഹേർട്ട് ചെയ്യുന്നൊരു കാര്യം. അപ്പോൾ ആ രീതിയിൽ അപമാനിച്ചു പ്ലെയറിൻ്റെ ഭാഗത്തു നിന്ന്. അങ്ങനെ ആ ഒരു പ്ലെയർ ഇവരെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് പ്ലെയർ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ടീം എന്ന് പറയുന്നത് ലിവർപൂളാണ്. അപ്പോൾ അവരെ ആ രീതിയിൽ വൈരാഗ്യ ബുദ്ധിയോടെയാണ് ശരിക്കും ന്യൂകാസിലിൻ്റെ ഫാൻസ് ലിവർപൂളിനെ കണ്ടത്. അത് ശരിക്കും ലിവർപൂളിൻ്റെ പ്ലെയേഴ്സ് അവരുടെ ടീം ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി വന്നപ്പം മുതൽ ആ ഒരു കൂകലും ബഹളവും എല്ലാം തുടങ്ങിയതാണ്. അപ്പം അത് ശരിക്കും മാച്ച് തുടങ്ങിയപ്പം മുതൽ ശരിക്കും സെൻറ്റ് ജെയിംസ് പാർക്കിലെ ആ ഒരു അറ്റ്മോസ്ഫിയർ ശ്രദ്ധിച്ചോ, ഭയങ്കര ഹോസ്റ്റൈൽ അറ്റ്മോസ്ഫിയർ. ശരിക്കും ന്യൂട്രലായിട്ടുള്ള ഫാൻസിനെ സംബന്ധിച്ച് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡാണ്. പിന്നെ ഓൺ ദ പിച്ച് ന്യൂകാസിൽ കളിച്ച രീതിയിൽ അവരുടെ ആ ഒരു ഹൈ ഇൻറ്റൻസിറ്റി, ഇത്രയും ഹൈ മെറ്റാലിക് ഫുട്ബോൾ, എങ്ങനെ ഈ ഫുട്ബോള് 112 മിനിറ്റ് ഇത്രയും ഇൻറ്റൻസിറ്റിയിൽ കളിക്കാൻ പറ്റുന്നു എന്നുള്ളത് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഇത്രയും ഹൈ ഇൻറ്റൻസിറ്റി ഫുട്ബോൾ കളിക്കുന്നതുകൊണ്ട് തന്നെയാണ് അവരുടെ പ്ലെയേഴ്സ് ടൊണാളി ആയാലും അതുപോലെ തന്നെ ജോലിൻഡൻ, അതുപോലെ തന്നെ ഫാബിയൻ സ്കാർ, അപ്പോൾ അങ്ങനത്തെ പ്ലെയേഴ്സൊക്കെ ഇൻജോയ്ഡായി പുറത്ത് പോയത് ഇത്രയും ഹൈ എനർജി ഹൈ ഇൻറ്റൻസിറ്റി ഫുട്ബോൾ കളിക്കുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പം തുടക്കം മുതൽ ശരിക്കും ലിവർപൂൾ ഈ ഹൈ ഇൻറ്റൻസിറ്റി ഭയങ്കര അഗ്രസീവായിട്ടുള്ള ന്യൂകാസിലിൻ്റെ ഫുട്ബോളിന് മുന്നിൽ കുറച്ച് പതറുന്നുണ്ടായിരുന്നു. ശരിക്കും അവർക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു ഇൻറ്റൻസിറ്റിയെ മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല, ഡിഫെൻഡ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നു, പൊസഷൻ ഈസിലി ലൂസ് ചെയ്തു. ഇവരുടെ ഈ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രസ്സിങ്, ജോലിൻഡൻ, ടൊണാലി, അതുപോലെ തന്നെ ബ്രൂണോ ഗോമാരസ്, ഇപ്പോൾ ഇവരുടെയൊക്കെ പ്രസ്സിങ്, അവരുടെ ആ ഒരു മിഡ്ഫീൽഡ് എന്ന് പറയുന്നത് ശരിക്കും യുണൈറ്റഡ് ഫാൻ എന്നുള്ള രീതിയിൽ ഞാൻ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും ആ ഒരു മിഡ്ഫീൽഡിന്. ആ രീതിയിൽ ശരിക്കും മിഡ്ഫീൽഡിലൊക്കെ ശരിക്കും ലിവർപൂളിനെ ഡോമിനേറ്റ് ചെയ്ത് ബോൾ വിൻ ചെയ്ത് പെട്ടെന്ന് അറ്റാക്കുകൾ, പ്രത്യേകിച്ച് ഇന്ന് നോക്കിയാൽ ആ ഒരു ന്യൂകാസിലിൻ്റെ റൈറ്റ് വിങ് വഴി ഇലാങ്കയുടെ സൈഡ്, അതുപോലെ തന്നെ ലിവർപൂളിൻ്റെ ലെഫ്റ്റ് സൈഡ് കെർക്കസിൻ്റെ ആ ഒരു ഡിഫെൻസീവ്ലി ഉള്ള വൾണറബിലിറ്റി, ഡിഫെൻസീവ്ലി മോശമാണെന്ന് ഞാൻ കഴിഞ്ഞ റിവ്യൂവിലും പറഞ്ഞു. കെർക്കസ് ഡിഫെൻസീവ്ലി മോശമാണ്. മിക്ക ടീമുകളും ആ ഒരു ലിവർപൂളിൻ്റെ ലെഫ്റ്റ് സൈഡിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ന്യൂകാസിലും അതിനെ ടാർഗറ്റ് ചെയ്തു. അതുവഴിയുള്ള റൺസ്, ഇലാങ്കയുടെ റൺസ്, ടേക്ക് ഓൺ നടത്തി മുന്നോട്ട് പോയിട്ട് കട്ട് ബാക്സ്, ക്രോസ്, ഇപ്പുറത്തുനിന്ന് ആ ഒരു ലെവ്രമെൻറ്റോടെ ക്രോസുകൾ, അപ്പോൾ ആ ഒരു ബോക്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ക്രോസുകളുടെയും കട്ട് ബാക്സുകളുടെയും ബഹളമായിരുന്നു. ഇപ്പം ശരിക്കും എപ്പം ഗോൾ ഇപ്പം വരും എന്നുള്ള ആ ഒരു ഫീല് തന്നുകൊണ്ടിരുന്നത് ന്യൂകാസിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിവർപൂൾ അറ്റാക്കിൻ്റെ കാര്യത്തിൽ ലിവർപൂളിന് ഒരു കോൺട്രിബ്യൂഷനും പറ്റുന്നില്ല. പ്രോപ്പറായിട്ട് ആ ഒരു ഗെയിമിനെ കൺട്രോൾ ചെയ്യാൻ ലിവർപൂൾ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. കാരണം ഇവർ ഇത്രയും ഇൻറ്റൻസിറ്റിയിൽ ഇവർ കളിക്കുന്ന ഈ ഒരു ടീമിനെ ആ ഒരു ഇൻറ്റൻസിറ്റി മാച്ച് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ലിവർപൂളിനുള്ള ഏക ഓപ്ഷൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗെയിമിൻ്റെ ടെമ്പോ കുറച്ചുകൂടെ കൺട്രോൾ ചെയ്ത് കുറച്ചുകൂടെ സ്ലോ ഡൗൺ ചെയ്ത് കുറേ കൂടെ ആർണെ സ്ലോട്ടിൻ്റെ ഫുട്ബോൾ കളിക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ക്ലോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ക്ലോപ്പിൻ്റെ ആ ഒരു ഹെവി മെറ്റൽ ഫുട്ബോൾ കളിച്ച് വേണമെങ്കിൽ ഇവരെ മാച്ച് ചെയ്യാമായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ ലിവർപൂൾ കുറച്ചുകൂടെ മാറി കുറേയും കൂടെ കൺട്രോൾഡ് ബേസ്ഡ് ഫുട്ബോളാണ് ആർണെ സ്ലോട്ട് പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈ ഇൻറ്റൻസിറ്റി ഫുട്ബോളുമായിട്ട് ഒന്ന് മാച്ച് ചെയ്യാൻ ലിവർപൂൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടി. പക്ഷേ ആ ഒരു ഗ്രാവൻബർച്ചിൻ്റെ ആ ഒരു ഗോൾ ശരിക്കും ഗെയിം കുറച്ചൊന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. കാരണം ഗ്രാവൻബർച്ചിൻ്റെ ഗോൾ നോക്കിയാൽ ഗ്രാവൻബർച്ചിൻ്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ തന്നെ വന്ന ഗോളാണ്. അപ്പോൾ ആ ഒരു ഗോൾ കഴിഞ്ഞിട്ടാണ് ശരിക്കും നമ്മുടെ ആൻ്റണി ഗോർഡൻ, നമ്മുടെ വെർജിൽ വാൻഡൈക്കിനെ പോയി ഫൗൾ ചെയ്ത് റെഡ് മേടിച്ച് പുറത്ത് പോകുന്നത്. അപ്പോൾ ആ ഒരു 10 പേരുമായിട്ട് ന്യൂകാസിൽ പെട്ടെന്ന് 10 പേരായപ്പോഴത്തേന് കുറച്ചൊന്ന് പമ്മി അവരുടെ ഓവറോൾ ഗെയിം നോക്കിയാൽ കുറച്ചൊരു പമ്മിയ ഗെയിമായിരുന്നു ആ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ അവസാന കുറച്ച് സമയത്ത്. പിന്നെ സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേനും വീണ്ടും അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ചെകുത്താൻ സ്വഭാവം ഉണ്ടല്ലോ, അത് ശരിക്കും നമ്മുടെ ന്യൂകാസിലിൻ്റെ കോച്ച് എഡി ഹൗ അത് ചകഞ്ഞ് പുറത്തെടുത്തു. ഇവന്മാർ വീണ്ടും ഈ രീതിയിൽ ലോങ് ബോൾ കളിച്ചും ക്രോസസ് കളിച്ചും അവരുടെ ആ ഒരു ഇൻറ്റൻസ് ഫുട്ബോൾ അവർ കളിക്കാൻ വേണ്ടി തുടങ്ങി. പ്രത്യേകിച്ച് നിങ്ങൾ നോക്കിയാൽ ഫ്രീ കിക്ക് വഴി ബോക്സിനെ അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ സെറ്റ് പീസ് വഴി ബോക്സിനെ അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് നിക് പോപ്പ് ആ ഒരു ലോങ് ബോൾ കൊടുക്കും. അവരുടെ
എന്താ പറയുന്നത്, രണ്ടാമത്തെ ഗോൾ ശ്രദ്ധിച്ചാലും നിക് പോപ്പിൻ്റെ അസിസ്റ്റിലാണ്, നേരെ ലോങ് ബോൾ വന്ന ആ ഒരു അസിസ്റ്റിലാണ് ന്യൂകാസിൽ ആ ഒരു 2-2 സമനിലയിൽ വരുന്നത്. ഇപ്പോൾ 2-2 സമനില വരുന്നതിന് മുന്നേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 മാൻ ഡൗൺ ആയിട്ടുള്ള ന്യൂകാസിൽ 10 പേരുമായിട്ട് കളിക്കുന്ന ന്യൂകാസിൽ ടീമിനെതിരെ 2-0 ലീഡ് ശരിക്കും ലിവർപൂളിനുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് 2-2 ലിവർപൂൾ ആയപ്പോഴത്തേനും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. കാരണം 88ാമത്തെ മിനിറ്റിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ രണ്ടാമത്തെ ഗോൾ അവർ സ്കോർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെയും 10-11 മിനിറ്റ് ഉണ്ടായിരുന്നെങ്കിലും ഒന്നിന് പുറകെ ഒന്നായിട്ട് കോർണർ വിൻ ചെയ്യുന്നു, ഫ്രീ കിക്ക് വിൻ ചെയ്യുന്നു, അറ്റാക്കോട് അറ്റാക്ക്. ശരിക്കും ഈ ഒരു 10 കളിക്കാരുമായിട്ട് ന്യൂകാസിൽ കളിച്ചിട്ട് ആ ഒരാളുടെ ആ ഒരു അഡ്വാൻറ്റേജ് ശരിക്കും ലിവർപൂളിൻ്റെ ഭാഗത്തു നിന്ന് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. ശരിക്കും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഈ ഒരു മാച്ച് 2-2 അവസാനിക്കേണ്ട മാച്ചായിരുന്നു. കാരണം ഈ രീതിയിൽ കളിക്കുന്ന ന്യൂകാസിൽ ഒരിക്കലും തോൽവി അർഹിക്കുന്നില്ല. പക്ഷേ അത്രയും ഹോസ്റ്റൈലായിട്ടുള്ള ആ ഒരു എൻവയോൺമെൻറ്റിൽ ഇത്രയും ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ന്യൂകാസിലിനെതിരെ എന്നാ പറയുന്നത്, അവർക്ക് ലിവർപൂളിൽ പിടിച്ച് നിൽക്കുക എന്ന് പറയുന്നത് അതും ചില്ലറ കാര്യമല്ല. എന്നിട്ടാണ് ശരിക്കും ഈ ഒരു 11 മിനിറ്റ്, ഈ ഒരു എക്സ്ട്രാ ടൈം 90+11 വന്നപ്പോഴത്തേനും ഞാൻ വിചാരിച്ചത് ലിവർപൂൾ സ്കോർ ചെയ്യുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഗെയിം നോക്കൂ, ആ ഒരു എക്സ്ട്രാ ടൈമിൽ ഫുള്ള് ഡോമിനേറ്റ് ചെയ്തതും ന്യൂകാസിലാണ്. തുടരെയുള്ള ആ ഒരു അറ്റാക്ക് ഞാൻ പറഞ്ഞില്ലേ, ക്രോസസ് വഴിയും ഈ സെറ്റ് പീസസ് വഴിയുള്ള അറ്റാക്സ്. അതുകൊണ്ട് ലിവർപൂൾ ഫാൻസൊക്കെ ആ സമയത്ത് ഓർത്ത് കാണും ഈ മാച്ച് എങ്ങനെയല്ലോ ഒന്ന് അവസാനിച്ച് 2-2 അവസാനിക്കണമെന്ന് ഓർത്ത് കാണുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പം അങ്ങനത്തെ മാച്ചാണ് ലാസ്റ്റ് മിനിറ്റ് 90+11 മിനിറ്റിൽ ലിവർപൂളിൻ്റെ 16 വയസ്സുള്ള റിയോ എംഗുമോഹ സെയിൻറ്റ് ജെയിംസ് പാർക്കിൽ അവതരിക്കുന്നത്. ശരിക്കും അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള സിറ്റുവേഷൻ, ന്യൂകാസിലിൻ്റെ ഫാൻസ് അലറി വിളിക്കുന്ന ആ ഒരു എൻവയോൺമെൻറ്റിൽ 16 വയസ്സുള്ള ഒരു ചെറിയ പയ്യന് ആ രീതിയിലുള്ള ഒരു ഫിനിഷ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്ക് സ്വപ്നം കാണുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ലിവർപൂൾ ഫാൻസൊക്കെ ആ സമയത്തെ ലിവർപൂൾ ഫാൻസിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. നിങ്ങൾ ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ ഗാക്പോയ്ക്ക് ആ ഒരു ബാക്കപ്പ് ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം ഈ ഒരു പ്ലെയറാണ്. ജനറേഷണൽ ടാലൻ്റ് എന്നൊക്കെയുള്ള രീതിയിൽ ലിവർപൂളിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് റിയോ എംഗുമോഹ എന്ന് പറയുന്ന ഈ ഒരു പ്ലെയർ. അവനത് ഫിനിഷ് ചെയ്യുന്നു. ശരിക്കും പ്രീമിയർ ലീഗിലെ ഇങ്ങനത്തെ യങ് വണ്ടർ കിഡ്സുകൾ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഒരു ആർസനലിൽ മറ്റേ മാക്സ് ഡൗൺമാൻ പെനാൽറ്റി വിൻ ചെയ്യുന്നു. ഇന്ന് ആ ഒരു പെർഫോമൻസിനെ ഒരു പടിയും കൂടെ മുന്നോട്ട് പോയി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് റിയോ എംഗുമോഹ, എൻ്റെ പൊന്നെ, ഈ ഒരു സീസണിൽ ഇതുവരെയുള്ള ലിവർപൂളിൻ്റെ പെർഫോമൻസ് കണ്ടപ്പോഴൊക്കെ എനിക്ക് തോന്നിയ കാര്യം, അവർ ഡിഫെൻസീവ്ലി ആണെങ്കിലും ഒഫെൻസീവ്ലി ഒക്കെ ആണെങ്കിലും ലിവർപൂൾ പെർഫെക്റ്റ് അല്ല. അവർക്ക് പ്രശ്നങ്ങളുണ്ട്, പ്ലേയേഴ്സ് തമ്മിലുള്ള കെമിസ്ട്രിയിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്നാൽ ലിവർപൂൾ മാച്ചുകൾ ജയിക്കുന്നു, കംബാക്സ് നടത്തുന്നു, മാച്ചുകൾ ജയിക്കുന്നു എന്ന് പറയുന്നത് ശരിക്കും അവരാ ഒരു ചാമ്പ്യൻസ് ടീമിൻ്റെ ക്വാളിറ്റിയിലൊന്നാണ്. ശരിക്കും ഇങ്ങനത്തെ ടീമുകളാണ് അൾട്ടിമേറ്റ്ലി പോയി ചാമ്പ്യന്മാരാകാറ്. ഞാൻ ലിവർപൂൾ ചാമ്പ്യന്മാരാകുമെന്നല്ല പറയുന്നത്, പക്ഷേ ഈ രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഓരോ മാച്ച് ആഫ്റ്റർ മാച്ച് അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പം സീസണിൻ്റെ തുടക്കമാണ്, ടീം ഒന്ന് ജെല്ലായി വരാനുള്ള താമസമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ലിവർപൂൾ ഓരോ മാച്ചിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ സംഭവം ആ ഒരു ജയിക്കുക എന്ന് പറയുന്ന ആ ഒരു പരിപാടി അവർ നടത്തിയെടുക്കുന്നുണ്ട്. എന്താണേലും രണ്ട് ടീമിനോടും ഒത്തിരി നന്ദിയുണ്ട്. ഒരു യുണൈറ്റഡ് ഫാൻ എന്നുള്ള രീതിയിൽ ഡിപ്രഷനിൽ കഴിയുന്ന ഞങ്ങൾക്ക് ഇങ്ങനത്തെ ന്യൂട്രൽ മാച്ചസ് ഇരുന്ന് കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഇങ്ങനത്തെ മാച്ചസാണ് ഞങ്ങളുടെ ഡിപ്രഷനിൽ നിന്നൊക്കെ രക്ഷിക്കുന്നത്. അപ്പം എന്തുകൊണ്ടും ലിവർപൂളിനും ന്യൂകാസിലിനും നന്ദി പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ അലക്സാണ്ടർ ഇസാക്കിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻസായിട്ട് ചെന്നം ഇടുക. ബൈ.